എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം. വിശുദ്ധ ബൈബിളിൽ ഉത്തമ ഗീതം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും മധുരമാകുന്നു. ഇന്ന് നമ്മൾ മനുഷ്യധാരണയ്ക്ക് അതീതമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. വിശുദ്ധ ബൈബിളിൽ വീഞ്ഞ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാ ഭൗമിക സുഖങ്ങളെയും മറികടക്കുന്നു. അത് ആഴമേറിയതാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മധുരമുള്ളതും ശാശ്വതവുമാണ്. ഈ വാക്യത്തിലെ ചുംബനം വെറും ഒരു ആംഗ്യമല്ല, അത് അടുപ്പത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ദൈവം നമ്മെ അങ്ങ് ദൂരെ നിന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. തൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷിക്കണം. നമ്മുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഉടമയായി മാറണം. നാം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അവൻ്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ മികച്ചത്. വീഞ്ഞ് ഒരു നിമിഷത്തേക്ക് ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം ആത്മാവിനെ എന്നേക്കുമായി നിറയ്ക്കുകയാണ്. അത് തകർന്നവയെ പുനഃസ്ഥാപിക്കുന്നു. നിരാശരായവർക്ക് പ്രത്യാശ നൽകുന്നു. ധാരണയെ മറികടക്കുന്ന സമാധാനം. നമ്മുടെ ബലഹീനതകളെ സ്വീകരിക്കുകയും നമ്മുടെ പരാജയങ്ങളെ ക്ഷമിക്കുകയും നിത്യ സന്തോഷത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന ഒരു സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായിട്ടും യേശുവിനായിട്ട് തുറക്കണം. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ അടുപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ആസ്വദിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കൃപ സ്വീകരിക്കുക. അങ്ങനെ നമ്മുടെ രക്ഷകനും കർത്താവുമായിട്ടുള്ള ആരാധനയും അടുപ്പം കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞു കവിയണം. കാരണം അവൻ്റെ സ്നേഹത്തിൽ പൂർണ്ണതയും സന്തോഷവും നിത്യ ജീവനുമുണ്ട്. അവൻ തൻ്റെ വായിലെ ചുംബനങ്ങളാൽ നമ്മെ ചുംബിക്കട്ടെ. അവൻ്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഞങ്ങളെ അടുപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ അളക്കാനാകാത്ത വിധം സ്നേഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം. വിശുദ്ധ ബൈബിളിൽ ഉത്തമ ഗീതം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും മധുരമാകുന്നു. ഇന്ന്